So thank you, Arun, for your service. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ വരുന്ന സ്നേഹത്തിന്. ഈ സ്നേഹത്തോടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കാരണം ഒരു കാലത്ത് എല്ലാവരും പുറന്തള്ളപ്പെട്ട് ജീവിച്ച ഒരു കാലം എല്ലാ മധ്യവന്യങ്ങളുടെയും ജീവിതത്തിലുണ്ടായിരിക്കണം. അതായത് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളത് എനിക്ക് നിങ്ങൾ ഇത്ര സ്നേഹം തരുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരുപാട് കൃതജ്ഞതയുണ്ട്. അതുപോലെ കുറെ പരിചയമുള്ള ചില പേരുകളൊക്കെ മുമ്പ് തന്നെ അവരൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കുറച്ചുപേരൊക്കെ എനിക്കറിയാമോ ആദ്യം കണ്ടപ്പോൾ ഓർത്തു. നമ്മുടെ അവസരത്ത് നോക്കിക്കോട്ടുമ്പോൾ കണ്ടപ്പോൾ എത്തിന്റെ പേര് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പേര് പറഞ്ഞപ്പോഴത്തേക്കും പേര് പോയത്. സോ എനിവേ അങ്ങനെ ഓരോരുത്തരുടെ നിങ്ങളെല്ലാവരും കുറച്ച് ആഴ്ചകളായിട്ട് എന്നോടൊപ്പം ഇതിനകത്ത് വായിച്ച് സ്റ്റഡിയിൽ പോരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പം നമ്മുടെ നാലാമത്തെ പടിയെ കുറിച്ചുള്ള ഡെയിലി റിഫ്ലക്ഷൻ ഇന്നത്തെ ഈ മാസം പോലെ നാലാമത്തെ പടിയിലും നാലാമത്തെ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങളുള്ളത്. അപ്പോൾ അതിനകത്ത് ഇതില്ലേ നമ്മുടെ നാലാമത്തെ പടിയിൽ അത് സൂക്ഷ്മതകളും ഭയങ്കര നമ്മുടെ ധാർമ്മിക നിലവാരത്തെ നിലയിരുത്തി എന്നുള്ള നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കുക എന്നുള്ളത്. നമ്മൾ മടിച്ചു നിന്നവരാണ് ഈ ഒരു കാര്യത്തിൽ. എല്ലാവരും മടിച്ചു നിന്നാണ്. ഒത്തിരി ഞാൻ ഉൾപ്പെടെ നേരെ വന്നിട്ട് ഉടനെ 1, 2, 3 പടികൾ ചെയ്തതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി ഒരു 3 മാസം 2 മാസത്തിനായിട്ട് നാലാമത്തെ പടിയിലേക്ക് പോയിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. എന്നാൽ വെസ്റ്റേൺ കൺട്രികളിൽ അവിടെയൊക്കെ മിക്കവാറും ആളുകൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്ന ഒരു രീതിയിലാണ് അവരുടെയൊക്കെ ഷെയറിങ്ങുകളൊന്നും കേട്ടിട്ടുള്ളത്. എനിവേ അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പറഞ്ഞു വന്നത് ഞാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഭാഗത്തൂടെയാണ് അപ്പൊ നമ്മൾ ബിഗ് ബുക്കിന്റെ നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകളിൽ നമ്മൾ ശരിയാ നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചോദിക്കാതിരിക്കുക. ഒരു പോരായ്മയാണ്. ആ ഒരു പോരായ്മ മാത്രമേ ഗ്രൂപ്പിൽ ഞാൻ കാണുന്നുള്ളൂ. 1-2 പേരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായാൽ നമുക്കത് പൊതുവായിട്ട് ചർച്ചയ്ക്കെടുത്ത് എനിക്കും പ്രയോജനമായിരിക്കും, നിങ്ങൾക്കും പ്രയോജനമായിരിക്കും. കാരണം ഈ ഒരു 4-5 പടിയുള്ള ഒരു ഗേറ്റ് ആണത്. നമ്മുടെ റിക്കവറി പ്രൊസീജിയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. റിക്കവറിയിലേക്ക് നമ്മുടെ മധ്യത്തോട്ടുള്ള കെട്ടുപിടി അതിന് മോചനം ലഭിച്ചതിന് ശേഷം 1, 2, 3 പടിയിൽ കൂടി ആ ക്രേവിംഗ് ആൻഡ് ഒബ്സഷൻ പുറത്തു വന്നതിന് ശേഷം ദെൻ നെക്സ്റ്റ് ബിഗ് ബുക്കിൽ ആ വാക്കിന് നെക്സ്റ്റ് നമ്മൾ വി ഗോൺ ത്രൂ എ വിഗറസ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബുക്കിൽ പറയുന്നത്. അപ്പൊ ആ ഒരു തലമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ 4-5 പടിയിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ബുക്ക് നന്നായിട്ട് സ്റ്റഡി ചെയ്യാതെയും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഗൈഡൻസ് കിട്ടാതെയൊക്കെ ഉള്ള ഒരു ഒന്നുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു തലമാണ് ഈ 4-5 പടി എന്നുള്ളത്. അത് നിങ്ങൾ ബുക്ക് വായിക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഞാൻ അങ്ങനെയാണ് എനിക്ക് പ്രയോജനപ്പെട്ടത്. നിങ്ങളെ പോലെയൊക്കെ മടിച്ചിരുന്ന ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് റിക്കവറിക്ക് വളരെ ദോഷകരമായിട്ട് വന്നപ്പോഴാണ് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള താല്പര്യം വന്നോളും. ദൈവത്തിന്റെ അനുഗ്രഹത്താല് നല്ല സ്പോൺസർമാരുടെ കൂട്ടത്തിൽ ഈ പ്രോഗ്രാം മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ അതിന്റെ പ്രയോജനം ഉണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ 2 അക്ഷരം പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ 72ാമത്തെ പേജിലാണ്. 72ാമത്തെ പേജിൽ പ്രവൃത്തി പദത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ വരെയാണ് നമ്മൾ. അപ്പൊ 5ാമത്തെ പടിയെ കുറിച്ചുള്ള ഭാഗമാണ്. 5ാമത്തെ പടിയിൽ നമുക്ക് ഒരു വ്യക്തിയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. ശരിയായിട്ട് തന്റെ സ്പോൺസർ കൂടെ ചെയ്യാനായിട്ടുള്ള ചിലർക്ക് ഒരു ഹലോ, കേൾക്കുന്നില്ല. എനിക്ക് മാത്രമാണ്. അല്ല, കേൾക്കുന്നില്ല സാറ്. ഹോൾഡ് ചെയ്തേക്കുവാണ്. തമ്പി സാറേ, കേൾക്കുന്നില്ല.
സാറ് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ കയറുമായിരിക്കും. റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു സാറിന്. ഓക്കെ സാറേ. സാറേ മ്യൂട്ടാണ്. ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാം. ശരി സാർ. ഓക്കെ, ഇവിടെ ചില സമയത്ത് നെറ്റ്വർക്കിന്റെ വിഷയം. എനിവേ, അപ്പൊ ഇവിടെ നമ്മൾക്ക് അതിന് പറ്റിയില്ലെങ്കിൽ അഥവാ ഞങ്ങൾ ചെയ്യാൻ പറ്റാത്ത നിലയിലാണെങ്കിൽ ഞങ്ങൾ മിതഭാഷിയും സഹൃദയനുമായ ഒരു സുഹൃത്തിന്റെ സൗഹൃദം തേടുന്നു. ഒരു പക്ഷെ ചിലപ്പോൾ ഞങ്ങളുടെ ഡോക്ടറോ മനഃശാസ്ത്രജ്ഞനോ ആയിരിക്കാം മനുഷ്യൻ. അത് ഞങ്ങളുടെ കുടുംബാംഗത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളും ആണ്. പക്ഷെ അവരെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള സന്തുഷ്ടാവുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഭാര്യമാരോടും മാതാപിതാക്കളോടും വെളിപ്പെടുത്തരുത്. മറ്റൊരു വ്യക്തിയെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തൊഴിൽ രക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല. ഞങ്ങളുടെ കഥയിലെ അത്തരം ഭാഗങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നു, എന്നാൽ അത് ഒട്ടും ബാധിക്കാത്ത ഒരാളോട് പറയുന്നു. നാം നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കും, മറ്റുള്ളവരോട് പരിഗണനയുള്ളവരായിരിക്കും എന്നാണ് നിയമം. അപ്പൊ ഈ പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണോ ആരൊക്കെ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഷിബു ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല, അന്ന് പറഞ്ഞില്ല, ഇത് 1939 ഈ ബുക്ക് എഴുതുമ്പോൾ 100 പേരുള്ള സമയത്ത് എഴുതിയാണ്. അന്നത്തെ ഒരു അവസരം സാഹചര്യം വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണിത്. മനസ്സിലായില്ല? അന്ന് ആ 100 പേരും അതോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ആളുകൾ വരുന്നവരും പിന്നെ കുറച്ച് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ള കുറേ അംഗങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ അവരെ സമീപിച്ചുകൊണ്ട് ചെയ്യാൻ അപരിചിതരായിട്ടോ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ബാധിക്കാത്തവരൊക്കെ ആയിട്ട് എവിടെയോ ഏതൊരു ഭാഗത്ത് നമ്മുടെ ഭാര്യമാരൊക്കെ ചേർത്തിട്ട് നമുക്ക് മൂന്നാമത്തെ പടിയുടെ ഭാഗത്തൊക്കെ വരുന്നവരുണ്ട്. ആൾക്കാർക്ക് തെറ്റായിട്ടുള്ള മെസ്സേജുകളൊക്കെ കൊടുത്തു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. മനസ്സിലായില്ലേ? ഇത് ഭാര്യമാരോടൊന്നും കത്തിച്ച് ഇതിനകത്ത് ഈവൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്താണ് രണ്ടു പേരെ സമീപിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഇവിടെ ഒരു കാര്യത്തിൽ പറയുന്നില്ലേ, അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ചില കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബന്ധത്തിലുള്ള റിലേഷൻഷിപ്പിലുള്ള ഒരു ചേട്ടനോടോ ഒരു കസിനോ ഒക്കെ ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന, എന്നെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ, പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളതിന് വേറൊരാളെ സമീപിച്ചിരിക്കണം. കാരണം ഞാൻ എന്റെ കസിനോട് ചില കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. അപ്പൊ അത് ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ പലരും കെട്ടിത്തൂങ്ങും. ആ കെട്ടിത്തൂങ്ങണ്ട. മനസ്സിലായില്ല? നമ്മൾ തുറന്ന മനസ്സോടുകൂടി നമുക്കിന്ന് എനിക്കൊരു സ്പോൺസറുണ്ട്. എന്റെ സ്പോൺസറോട് പറയാൻ പറ്റാത്ത ഒരു കാര്യമില്ല. എന്റെ സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറയാൻ. നിങ്ങൾക്കും അത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്തൊരു മടിക്കേണ്ട ഒരു കാര്യമില്ലേ. കാരണം ഞങ്ങൾ അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെ എഴുതുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ആരെയും ഭയപ്പെടുന്നില്ല. സ്പോൺസറോട് എന്ത് വേണമെങ്കിലും പറയാനായിട്ടുള്ള ആ ഒരു നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ ചങ്കൂറ്റം നമുക്കുണ്ടാവും. പോരാത്തിന് ഇത് എഴുതിക്കുന്നതും നമ്മുടെ കൂടെ ഉള്ളതും ദൈവമാണ്, ഈശ്വരനാണ്. അപ്പൊ ആ ഒരു ചിന്തയോടുകൂടി ഇപ്പൊ അതുകൊണ്ട് ആ കാലത്തെ ഒരു ഇത് വെച്ചുകൊണ്ട് അവര് അന്ന് കോട്ട് ചെയ്തിരിക്കുന്നുള്ളൂ. പക്ഷെ ആ ഭാഗത്തിന്റെ അവസാന ഭാഗം വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന്, ഞങ്ങളുടെ കഥയിലെ അത്തരം നമ്മളത് മനസ്സിലാക്കാൻ പറ്റുന്നു, എന്നാൽ അത് ഒട്ടും ബാധിക്കാത്ത ഒരാളാണ്. നാം നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കും, മറ്റുള്ളവരോട് പരിഗണനയുള്ളവരായിരിക്കും എന്നാണ് നിയമം. ഇതൊരു റൂളാണ്. മനസ്സിലായില്ല? പലപ്പോഴും ചില ഞാൻ കേട്ടിട്ടുമുണ്ട്. മനസ്സിലായില്ല? ദർ ഈസ് നോ റൂൾസ് ഇൻ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നൊക്കെ പറഞ്ഞ് ഒരു നിയമം ഇല്ലാത്തൊരു ഇതാന്നുള്ളത്. പക്ഷെ ഇത് നമ്മുടെ ഈ ബുക്കിലെടുത്ത് വായിച്ചു നോക്കിയറിയാം. യെസ്, the rule is we must be hard on ourselves, but always considerate to others. The rule ഇതൊരു നിയമമാണ്. നമ്മൾ വി മസ്റ്റ് ബി ഹാർഡ്, നമ്മളുടെ മുകളിൽ നമ്മൾ കഠിനമുള്ളവരായിരിക്കും. ബട്ട് ഓൾവേസ് കൺസിഡറേറ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം നമ്മൾ. ദിസ് ഈസ് എ റൂൾ ഇൻ ആൽക്കഹോളിക്സ് അനോണിമസ്. അത് റൂൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ലംഘിക്കാൻ പാടില്ല, അല്ലെ? ഒരു വാക്ക് പറയുന്നത് ലവ് ആൻഡ് ടോളറൻസ് ഈസ് അവർ കോഡ്. റൂളിന്റെ മുകളിലാണ് കോഡ്, അല്ലെ? സ്നേഹവും സഹിഷ്ണുതയുമാണ് നമ്മളുടെ നിയമസംഹിത എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ ലംഘിക്കാൻ പാടുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് സഹിഷ്ണുത, മറ്റുള്ളവരോട് നമ്മൾ കൺസിഡറേറ്റ് ആയിരിക്കണം. അതിന് സമയം ഈ സഹിഷ്ണുത തന്നെയാണല്ലോ കൺസിഡറേറ്റ്. നമ്മളെ ദ്രോഹിക്കുന്നവരോടും പോലും നമുക്ക് സ്നേഹമുള്ളവരായിരിക്കണം. സ്നേഹത്തിൽ നിന്നാണ് സഹിഷ്ണുതയിലാണ് സ്നേഹമുള്ളത്. രണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്.
അത് നിയമസംഹിത ആ ഭാഗത്ത് നമ്മൾ 9ാമത്തെ പടിയിലേക്ക് ഭാഗത്ത് വരുമ്പോൾ 9നും 10നും ഇടയ്ക്ക് അത് വരും. അന്നേരം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ഓർക്കണം, നമുക്കൊരു നിയമം ഉണ്ട് ഈ 5ാമത്തെ പടിയിലേക്ക് എത്തുമ്പോൾ. അതുകൊണ്ട് നമ്മൾ വി മസ്റ്റ് ബി കെയർഫുൾ. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാൻ 72ാമത്തെ പേര് ലാസ്റ്റ് പാരഗ്രാഫ്. ഞങ്ങളെക്കുറിച്ച് മറ്റാരെങ്കിലുമായി ചർച്ച ചെയ്യുന്നത് വളരെ വലിയ അത്യാവശ്യമാണെങ്കിൽ തന്നെ അനുയോജ്യന ഒരാളെ അതിനെ വേണ്ടി ലഭിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം ഒരാൾ പെട്ടുപോകുക എന്നതും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അതാണ് സ്ഥിതിയെങ്കിൽ ഈ പടി നീട്ടുവെക്കാവുന്നതാണ്. ഒരാളെ കിട്ടുന്നില്ലാത്തൊരു, ഞാൻ പറഞ്ഞില്ല, ഇത് ആ കാലത്ത് എഴുതിയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് എഴുതാൻ വേണ്ടത്. എനിവേ, ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഒരാളെ നമുക്ക് കിട്ടിയില്ല എന്ന് നിർണ്ണയിക്കണം. ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ഈ പടിയിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പരിപൂർണമായ സന്നദ്ധതയുള്ളവരാണ് നാം എങ്കിൽ മാത്രം ഐ ഷുഡ് ബി വില്ലിങ്. എനിക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ചെയ്യാനായിട്ടുള്ള സന്നദ്ധ ഉണ്ടായിരിക്കണം. ആ സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രം. അതല്ലാതെ ഇത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ശരിയായ വ്യക്തിയോട് സംസാരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വളരെ ഉത്കണ്ഠയുള്ളവരാണ്. വിശ്വസ്ത പുലർത്തുവാൻ കഴിവുള്ളവരായിരിക്കണം അയാൾ എന്നതും നാം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിവെക്കാനും പൂർണ്ണമായി കഴിയുന്ന ആളായിരിക്കണം അയാൾ എന്നതും നമ്മുടെ പദവിയെ അയാൾ മാറ്റിമറിക്കാൻ ശ്രമിക്കില്ല എന്നതും വളരെ പ്രധാനമാണ്. പക്ഷെ ഈ ഒരു പടി ഒരു പടി നീട്ടിക്കൊണ്ടെന്ന് പോകാനുള്ള ഒഴിവുകളായി നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിലുള്ള ഈ സ്വഭാവത്തിലുള്ള നമ്മൾ മദ്യപാനികൾക്കൊരു ഇതുണ്ട്. മനസ്സിലായില്ലേ? പല കാര്യങ്ങളിലും ഇംഗ്ലീഷിൽ പറയുന്ന വാക്കുകളല്ല, പ്രോക്കാസ്റ്റിനേറ്റ്, അല്ലെങ്കിൽ വേറൊരു വാക്കുകൂടെ പറയും, ഓർമ്മ വരുന്നില്ല. അപ്പൊ നമ്മളുടെ ഈ മനഃപൂർവ്വം ഇങ്ങനെ കഴിവുകൾ പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ല. അപ്പൊ അത് പാടില്ല. സത്യസന്ധത ഉണ്ടായിരിക്കണം. എനിക്ക് ഒരു ഉതകുന്ന ഒരു വ്യക്തിയെ എനിക്ക് എന്റെ മനസ്സ് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഈ പടി ചെയ്തിരിക്കുന്നുള്ള ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ഓക്കെ. അതല്ല നാളെ ശരിയാവില്ല, ഇത് ശരിയാവില്ല, അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇത് മനഃപൂർവ്വം ചെയ്യരുത്. അത് ദോഷമാണ്. അത് ദോഷമായിട്ട് വരും. അത് നമ്മളെ ഇങ്ങനെ മദ്യപാനികളുടെ കാര്യത്തിൽ ഉണ്ടാവാനുള്ള പൂർണ്ണമായിട്ടുള്ള അറിവും അവരുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ് അന്നേ എഴുതി വെച്ചത്. ഇന്നും വർഷങ്ങളോളമായിട്ട് ചിലർ 4ാം പടിയൊക്കെ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 5ാം പടി ചെയ്യാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. കാരണം ഇപ്പൊ തന്നെ ഈ ഞാനൊരു ബിഗ് ബുക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ, ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു 6 പ്രാവശ്യം ഒരു ക്യാമ്പ് പോലെ നടത്തി. മനസ്സിലായില്ലേ? ഈ പടികളെ കുറിച്ചുള്ള ഒരു പഠനം 3-4 ദിവസത്തെ പരിപാടിയായിരിക്കും. അവിടെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. 7-8 വർഷവും 10 വർഷമായിട്ട്. ഇപ്പൊ ഈ പ്രാവശ്യം വന്നതിൽ ഒരു 20 വർഷമായിട്ടുള്ള ഒരാളുണ്ട്. മനസ്സിലായില്ലേ? 20 വർഷമായിട്ട് 5ാം പടി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് എന്താ നമുക്ക് ഇന്നതുകൊണ്ട് കഴിഞ്ഞു. നമുക്ക് ഇന്ന് ചെയ്യാൻ ഞാൻ സന്നദ്ധനാണോ എന്നുള്ളത് ചോദിച്ചാൽ മതി. അപ്പൊ ഇന്ന് ഈ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ വരുമ്പോൾ ഞാൻ ആം ഐ റെഡി എന്നുള്ള തന്നെത്താൻ തന്നെ ചോദിക്കണം. അത് ഞാൻ മനഃപൂർവ്വം ബോധപൂർവ്വം ഒഴിവാക്കുന്നതാണോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിന്റെ ആവശ്യം ഞാൻ വരത്തില്ല. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, നിങ്ങൾ 4th സ്റ്റെപ്പ് സത്യസന്ധമായിട്ട് ഇത് ചെയ്യേണ്ട രീതിയിൽ തന്നെ എഴുതി ചെയ്ത് കഴിഞ്ഞാൽ, ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട രീതി ഉണ്ട് അതിന്. അത് ആ രീതിയിൽ നിന്ന് ഞാൻ വീണ്ടും പറയുന്നതിന് 4th സ്റ്റെപ്പ് എഴുതാനായിട്ടൊരു രീതിയുണ്ട്. എങ്ങനെയെങ്കിലും എഴുതുക എന്നുള്ളതല്ല. നമ്മുടെ ബിഗ് ബുക്ക് അതിനെ വളരെ നല്ല രീതിയിൽ നിഷ്കർഷിച്ച് തന്നിട്ടുണ്ട്. അതിന് സ്പോൺസറുടെ സഹായത്താൽ അത് ചോദിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചക്ക് പോലും വേണ്ട ഈ 4th സ്റ്റെപ്പ് എഴുതാനായിട്ട്. എത്ര വലിയ കഥയുള്ള ചങ്ങാതിയായിട്ട് ഇതൊരു നോവൽ എഴുതേണ്ട പ്രശ്നമേ ഇല്ല. 4-5 കാര്യങ്ങൾ. എനിക്ക് വിദ്വേഷമുണ്ട്, ആരോട്, എന്തോ ഉണ്ട്, എങ്ങനെ, അതിനകത്ത് എന്റെ പങ്ക് എന്താണ്? എനിക്ക് ഭയമുണ്ട്, ആരെ ഞാൻ ഭയപ്പെടുന്നു, എന്തുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു, അതിന് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ദേഷ്യമുണ്ട്, ആരോട്, എന്തുകൊണ്ട്, എനിക്ക് അതിനുള്ള കാരണങ്ങൾ. എന്റെ ലൈംഗിക ബന്ധങ്ങൾ, ഞാൻ എപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എന്റെ ശ്രദ്ധ വന്നു കേട്ടത്? എവിടെയൊക്കെയാണ് ഞാൻ അതിനോടുള്ള മനഃപൂർവ്വമല്ലാത്ത രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായത്? മനഃപൂർവ്വം ബോധപൂർവം ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്നെ ദുരുപയോഗം ചെയ്തൊക്കെ എവിടെയൊക്കെയാണ്? എന്നെ ദ്രോഹിച്ചവരുടെ പേരുകൾ, ഞാൻ ദ്രോഹിച്ചവരുടെ പേരുകൾ, ഇത്രയേ ഉള്ളൂ. ഇതിനൊന്നും പലരും പഠിച്ചേക്കും. ഇത്ര എഴുതേണ്ട കാര്യമുള്ളൂ. 4th സ്റ്റെപ്പ് എന്നുള്ളത് വളരെ നമുക്ക് ഈ പടികളിലേക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ 4th സ്റ്റെപ്പിന് ഇതെന്താണ് നമ്മൾ പറയത്തില്ലേ, എടുത്ത് ചാടിയിട്ട് 4th ചെയ്യാതെ 5 ചെയ്യാൻ പറ്റത്തില്ലല്ലോ. 4th 5th ചെയ്യാതെ നേരെ 6ാമത്തെ 7ാമത്തെ പടിയിലേക്ക് പോകാന്ന് വിചാരിച്ചാൽ വീഴും. വീഴും പറഞ്ഞാൽ കുടിക്കുന്നുള്ള രീതിയിലല്ല അവർ പറയുന്നത്.
വീണ്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകും. കുടിക്കാതെയൊക്കെ ചിലപ്പോൾ പോയി വരും. സോ ഇത് ചെയ്യാനായിട്ട് ഒട്ടും മടിക്കരുത്. നിങ്ങളോട് ഞാൻ അന്നും പറഞ്ഞാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, എൻ്റെ അറിവുകൊണ്ടുണ്ടായിരിക്കാം, അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്കത് ഇത്രയ്ക്ക് മാത്രം ഒരുപാട് സമയം ഇല്ലല്ലോ ഇതിനു വേണ്ടിയിട്ട്. എങ്കിൽ പോലും ആരെങ്കിലും ഒരാൾക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെ 4ാമത്തെ പടി ചെയ്യിക്കാനായിട്ട് 5ാമത്തെ പടിയിൽ ചെയ്യിക്കാന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കാൻ എനിക്ക് സന്തോഷമാണ്. അല്ലാതെ ഒന്നോ രണ്ടോ സീറ്റിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുതാനുള്ള പ്രൈവസി ഉള്ള ഒരാളാണെങ്കിൽ 3-4 ദിവസം കൊണ്ട് എഴുതി തീരാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് ഈ പടി നമ്മൾ നീട്ടി വെച്ചുകൊണ്ട് പോകരുത് ഒരു കാരണവശാലും 4-5 പടി. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഒഴിവായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. ഇംഗ്ലീഷ് പറയുന്നത് മോസ്റ്റ് പീപ്പിൾ അപ്രോച്ച് ഇൻ ദിസ് വേ വിൽ ബി ഗ്ലാഡ് ടു ഹെൽപ്പ്. അതല്ല മലയാളത്തിലെ ഈ പാരഗ്രാഫ് നോക്കുമ്പോൾ തെറ്റിപ്പോകാം. It is important that he be able to keep a confidence that he fully understand and approve what we are driving at, that he will not try to change our plan, but we must not use this as a mere excuse or postpone. ഒരു എക്സ്ക്യൂസും മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവം മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് ഇത് മാറരുത്. സോ അത് നമ്മൾ ഓർത്തിരിക്കുക. ഇതാണ് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത മുമ്പോട്ട് പോവാം. ആരാണ് നമ്മുടെ കഥ കേൾക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ നാം പിന്നെ ഒട്ടും സമയം പാഴാക്കുന്നില്ല. നമ്മുടെ കൈവശം എഴുതി തയ്യാറാക്കിയ ഒരു സ്വയം കണ്ടെത്തൽ രേഖയുണ്ട്. ഒരു ദീർഘമായ സംഭാഷണത്തിന് നാം സമുദ്രാണ്. നമ്മുടെ കൂട്ടുകാരനോട് നാം എന്ത് ചെയ്യാനാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് അത് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നാം വിശദീകരിച്ചു കൊടുക്കുന്നു. നമ്മൾ ഒരു ജീവൻ മരണ ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം. ഇങ്ങനെ സമീപിക്കുന്ന മിക്കവാറും ആളുകൾ സഹായിക്കുവാൻ സന്തോഷമുള്ളവരായിരിക്കും. നമ്മുടെ വിശ്വാസത്താൽ അവർ ആദരിക്കപ്പെടും. അപ്പൊ നമ്മുടെ അംഗമല്ലാത്ത ഒരാളോടാണ് ഞാൻ പറഞ്ഞില്ല, ആ കാലത്ത് ഉള്ളൊരു സംഭവമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ആ കാലത്ത് അംഗമല്ലാത്ത ഒരാളുടെ കൂട്ടത്തില് ഇത് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ സ്പോൺസർ അല്ല ഈ വ്യക്തിയെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനയോട് ഞാൻ ഇന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങയുടെ മുമ്പിൽ, കാരണം തന്നോട് തന്നെ ദൈവത്തോടും മറ്റൊരാളോടും അങ്ങയോട് ഞാനിത് തുറന്ന് പറയാനായിട്ട് വരികയാണ്. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരിക്കും, എനിക്ക് അതിനുള്ള ശക്തി അറിഞ്ഞാന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രാർത്ഥന, അത് ഏത് രീതിയിലായിക്കോട്ടെ, അത് അവരവരുടെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതിനുശേഷം ഈ വ്യക്തിയോട് എന്താണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രക്രിയ, എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞ് വിശദമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് സന്തോഷമുള്ളൂ. ഉണ്ടാവും അങ്ങനെയുള്ള ഒരു ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മറ്റൊരു സാധാരണ ഇതിൽ അതിന്റെ ആവശ്യം ഇന്നത്തെ കാലത്ത് ഇല്ല. ആ കാലത്ത് ഒരാവശ്യമായിരുന്നു, അതുകൊണ്ടാണ് ഈ ഭാഗം അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല. ചിലർക്ക് തന്റെ സ്പോൺസറോട് പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാനായിട്ടുള്ള മടികളുള്ള കാര്യങ്ങളുണ്ടാവും, സാധ്യതയുണ്ട്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് വേദനാജനകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പല പ്രശ്നങ്ങളുണ്ടാവാം. ഒരു മദ്യപാനം പോരാത്തിന് ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ന്യൂ ജനറേഷനിലൊക്കെ ഉള്ള പിള്ളേരൊക്കെ കാണിച്ചു വെക്കുന്നൊക്കെ നമ്മൾ പോലും കാണിച്ചു വെച്ചുകൂടായികൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ അവരോട് പറയണം. അപ്പൊ അവരെ പേഴ്സണലായിട്ട് യാതൊരു വിധത്തിൽ ബാധിക്കുകയും ചെയ്യത്തില്ല. അവർക്ക് പേഴ്സണലായിട്ട് അറിയുക പോലും ഇല്ലാത്തൊരു കഥാപാത്രത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് അവർക്ക് ഒരു വിധത്തിലും ബാധിക്കത്തില്ല. പക്ഷെ അവർക്ക് സന്തോഷം തോന്നും, ഈ വ്യക്തി എൻ്റെ മുമ്പിൽ ഇതെല്ലാം തുറന്നു പറയുന്നത്. ഒന്ന്, അവർക്ക് തന്നെ ആദരിക്കപ്പെടുന്ന ദേ വിൽ ബി ഹോണേർഡ് ബൈ അവർ കോൺഫിഡൻസ്. അവർക്ക് തന്നെ ഒരു ആദരവ് അവരോട് തന്നെ അവർക്ക് തോന്നി, എന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു, അത് എന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്നോടും അങ്ങയോടും ദൈവത്തോടുമാണ് എനിക്ക് കാര്യങ്ങളെല്ലാം പറയുന്നത്. അദ്ദേഹത്തിന് ഒരു പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. സോ ആ രീതിയിൽ നമ്മൾ ഈ പടിയെ അപ്രോച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതി. ഭൂതകാലത്തിന്റെ ഓരോ
ഇരുണ്ട വിള്ളലും സ്വഭാവത്തിൽ ഓരോ വകയിലും വെളിപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ടും നാം ഇതിലേക്ക് വരണം. നമ്മുടെ അഹങ്കാരം, ഇതാണ് നമ്മളുടെ പ്രൈഡ്. ഈ 4ാമത്തെ പടിയിൽ ഇതിനകത്ത് വരുന്ന പ്രൈഡ് എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്, അഹങ്കാരം. ആ അഹങ്കാരത്തെ മാറ്റിവെച്ചുകൊണ്ട്, ഈ അഹങ്കാരം എന്ന് പറയുന്നതിന് നമ്മളുടെ ആൽക്കഹോളിക്കിന്റെ ഭാഷയിൽ പല അർത്ഥങ്ങളുണ്ടെന്ന് വിചാരിച്ചുള്ളൂ. ചിലര് അതിന് ഈഗോ എന്ന് വിളിക്കും, ചിലര് മണ്ടെന്ന് ഹിന്ദി പറയും, മലയാളത്തില്. ഇതന്നെ ഈ അഹങ്കാരം എന്നുള്ളൊരു ഞാൻ, എനിക്ക് എന്നുള്ള സെൽഫിഷ്നെസ്, സെൽഫ് സെന്റേഡ്നെസ് എന്നുള്ള വാക്കുകളുടെ എല്ലാം കൂട്ടി എക്സ്ട്രീംസ് ആണ് നമ്മൾ. എക്സ്ട്രീംസ് ഏത് കാര്യങ്ങളിലും നമ്മൾ മദ്യപാനികളുടെ സ്വഭാവം നമ്മൾ വി ആർ ദ എക്സ്ട്രീംസ് എന്ന് പറയും. എക്സ്ട്രീമിസ്റ്റുകളാണ്. വിദ്വേഷം ഒരാളുടെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രീം വിദ്വേഷമായിരിക്കും. സ്നേഹം തോന്നിയാൽ അതുപോലെ തന്നെ സ്നേഹമായിരിക്കും. എന്നിട്ട് നമ്മൾ സ്വയം വഞ്ചിക്കപ്പെടും. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ അങ്ങനെ സംഭവിച്ചു, ചിലത് മിണ്ടത്തുമില്ല, അബദ്ധം പറ്റിപ്പോയെന്ന് വെച്ചിട്ട് മിണ്ടണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിന്റെ വിശേഷമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ട് നാം ഇതിലേക്ക് ഒന്നും മറച്ചു പിടിക്കാതെ നാം ഈ പടിയിൽ പറഞ്ഞിരിക്കുന്നത് ചെയ്യുമ്പോൾ നാം സന്തുഷ്ടരായി തീരുന്നു. നമുക്ക് ലോകത്തെ അതിന്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് നേരിടാനാവുന്നു. പൂർണ്ണമായ സമാധാനവും ആശ്വാസവും ഒറ്റയ്ക്കാകുമ്പോൾ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു. 5ാമത്തെ പടിയുടെ പ്രോമിസാണ്. ദ 5th സ്റ്റെപ്പ് പ്രോമിസസ് എന്നും പറയാറുണ്ട്. The feeling that the drinking problem was disappeared will often come strongly. We feel that we are on the broad highway. അതിനകത്ത് ഒരു കാര്യം അതിന് മുമ്പിലത്തെ ഇംഗ്ലീഷ് വാചകത്തിലുണ്ട്. We may have had certain spiritual beliefs, but now we begin to have spiritual experience. അതാണ് 5ാമത്തെ പടിയുടെ പ്രോമിസ്. We have to have a spiritual experience. നമുക്ക് ലോകത്ത് അതിന്റെ പൂർണ്ണമായ സമാധാന ആശ്വാസം ഒറ്റയ്ക്കാകുമ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഇത് 5ാമത്തെ പടിയുടെ പ്രോമിസ് ആയിട്ട് പറയാറുണ്ട്. നമ്മിൽ നിന്ന് ഭയങ്ങളൊക്കെ വിട്ടുപോകുന്നു. Again, it's a promise. ദൈവത്തിന്റെ സാമീപ്യം നാം അറിയാൻ പറ്റുന്നു. ഇറ്റ്സ് എ പ്രോമിസ്. 5ാമത്തെ പടിയുടെ ഈ പ്രോമിസ് ആയിട്ട് നമുക്ക് ഈ ലോകത്തിന്റെ മുതൽ ഇവിടം വരെയുള്ള ഭാഗത്ത് നമുക്ക് പറയാറുണ്ട് പഴമക്കാര്. നമുക്ക് ചില ആത്മീയമായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നിരുന്നു, പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു ആത്മീയ അനുഭവം ഉണ്ടാവാൻ പോകുന്നു. ഇപ്പോൾ നമുക്കൊരു ആത്മീയമായിട്ടുള്ള അനുഭവം ഉണ്ടാവാൻ പോകുന്നു. ഇതിനെക്കുറിച്ച് വേറൊരു പേജിലും കൊടുത്തിട്ടുണ്ട്. ആത്മീയമായ അനുഭവം. യെസ്, അജ്ഞേയവാദികളായി ഞങ്ങൾ, അത് നമ്മുടെ ബുക്കിൽ നിരീശ്വരവാദികൾ എഴുതിയിരിക്കുന്ന പേജില്, മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോഴോ കുടിക്കുന്ന അളവിന്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലാതായിരിക്കുമ്പോഴോ നിങ്ങൾ മിക്കവാറും ഒരു അമിത മദ്യപാനം. അതാണ് സ്ഥിതിയെങ്കിൽ ആധ്യാത്മികമായ അനുഭവത്തിലൂടെ മാത്രം കീഴ്പ്പെടുത്താവുന്ന രോഗം മൂലം നിങ്ങൾ ക്ലേശിക്കുന്നുണ്ടാവാം. ഇത് 2ാമത്തെ പടിയുടെ ഭാഗത്ത് 41ാമത്തെ പേജില് ആദ്യത്തെ പാരാഗ്രാഫിന് ആധ്യാത്മികമായ അനുഭവത്തിലൂടെ മാത്രം. ഇവിടെ നമ്മളോട് പറയുന്നു 5ാമത്തെ പടിയിൽ വരുമെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കൊരു ആത്മീയമായിട്ടുള്ള അനുഭവം, ആധ്യാത്മികമായി രണ്ടും ശരിയാണ്, ഉണ്ടാകാൻ തുടങ്ങുന്നു. സം ഹിയർ. എന്താണ്? ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവാനുഭവം, ദൈവിക അനുഭവം ഉണ്ടാകാൻ നമുക്ക് പോകുന്ന ഒരു പടിയാണ് ഈ പടി. അപ്പൊ ഇതിനെ നമുക്ക് ലാഘവത്തോ എടുക്കാൻ പാടുണ്ടോ? പാടില്ലല്ലോ. ഇംഗ്ലീഷിൽ എഴുതിക്കുന്ന വാക്കുകൾ നല്ല വാക്കുകളാണ്. നമ്മുടെ The feeling that the drink problem has disappeared will often come strongly. We feel we are on the broad highway, walking hand in hand with the spirit of the universe. ദൈവത്തോട് കൈ പിടിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കുടിപ്രശ്നം അപ്രത്യക്ഷമായ തോന്നൽ പലപ്പോഴും ശക്തമായി ഉണ്ടാകാം. പ്രപഞ്ച ശക്തിയുമായി കൈകോർത്ത് പിടിച്ച് നടന്നുകൊണ്ട് വിശാലമായ നടപ്പാതയിലാണ് ഞങ്ങൾ. പ്രപഞ്ചശക്തി ദൈവവുമായി കൈകോർത്ത് പിടിച്ചു നടന്നുകൊണ്ട് വിശാലമായ നടപ്പാതയിലാണ് ഞങ്ങൾ എന്ന് കരുതുന്നു. സോ ഈ പടിയുടെ ഇമ്പോർട്ടൻസ് ഇതിൽ കൂടുതൽ എന്താ എഴുതി വെക്കുക?
walking in hand with the spirit of the universe. കോരിത്തരിച്ചു പോകുന്ന വാക്കുകളാണ്, മനസ്സിലായില്ല? മലയാളത്തില് പ്രപഞ്ചശക്തിയുമായി കൈകോർത്തുമാണ്. പ്രപഞ്ചശക്തി ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന സ്പിരിറ്റ് ഓഫ് ദ യൂണിവേഴ്സ്. അടുത്തത്, വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷ്മ വിലയിരുത്തിക്കൊണ്ട് 1 മണിക്കൂർ നിശബ്ദരായിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കണ്ടെത്തുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൂടുതൽ നന്നായിട്ട് അറിയാൻ കഴിയുന്നതിൽ ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ നിന്ന് ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പൊ ഈ പടി നമ്മൾ ചെയ്തതിന് ശേഷം, നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ ബിഗ് ബുക്ക് എടുത്തിട്ട് ഈ 1 മണിക്കൂർ നമ്മൾ നിശബ്ദനായിരിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് ഇംഗ്ലീഷ് എഴുതിക്കുന്നത് റിട്ടേണിംഗ് ഹോം. Returning home, we find a place where we can quiet for an hour, carefully reviewing what we have done. ഞാൻ എന്താണ് ചെയ്തതെന്ന്, എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഒരു വളരെ സാവകാശം നമ്മൾ ചിന്തിക്കുന്നു. We thank God from the bottom of our heart that we know Him better. ദൈവത്തെ അറിയാൻ തന്ന ഈ അവസരത്തിനായി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? താങ്ക് യു ഗോഡ്. ഇത് 5ാമത്തെ പടിയുടെ പ്രാർത്ഥനയായിട്ടും ഞാൻ പറയാറില്ല, എല്ലാ പടികളിലും നമുക്ക് പ്രാർത്ഥന കണ്ടെത്താൻ പറ്റും. ഇവിടെ ഞാൻ ദൈവത്തോട്, ദൈവമേ അങ്ങേക്ക് നന്ദി, അങ്ങയെ അറിയാൻ സാധിച്ചതിൽ, അങ്ങയുടെ അനുഭവം, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിച്ചതിൽ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. എത്ര വലിയ പ്രയറാണ്! 5th സ്റ്റെപ്പ് പ്രയർ. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. ഈ പടി ചെയ്ത ശേഷം, ഈ പടിയിൽ വെച്ചാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാവുമെന്ന് പറയുന്നത്. ഈ പടിയിൽ വെച്ചാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാവുന്നത് എന്നുള്ളത് ബുക്കിലുള്ളതാണ്. ഇവിടെ നമ്മളത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥനയായിട്ട് അത് പറഞ്ഞു. ദൈവമേ അങ്ങേ അറിയാനായിട്ട്. ഒരു അമിത മദ്യാസക്തൻ, ടോട്ടലി ഹോപ്പ്ലെസ് കേസ്, യാതൊരു ചാരിത്ര ശുദ്ധിയുമില്ലാത്ത മനുഷ്യൻ. ആ മനുഷ്യനാണ് ഇവിടെ പറയുന്നത് ദൈവവുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് സ്വയം ശാന്തമായിട്ടിരുന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്, നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കണ്ണീരോടുകൂടി. കണ്ണീര് വരേണ്ടതാണ്, അവരവരുടെ മനസ്സിന്റെ ഭാവം പോലെ ഇരിക്കും. ഞങ്ങളുടെ വലിപ്പിൽ നിന്ന് ഈ പുസ്തകം എടുത്തിട്ട് 12 പടികൾ ഉൾക്കൊള്ളുന്ന പേജ് ഞങ്ങൾ മറിച്ചെടുക്കുന്നു. ആദ്യത്തെ 5 പടികൾ ശ്രദ്ധയോടെ വായിച്ചിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടെന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവസാനം അതിലൂടെ സ്വതന്ത്രത നടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കവാടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ശ്രമം ഉറപ്പായുള്ളതായിരുന്നു. കല്ലുകൾ യഥാസ്ഥാനത്ത് തന്നെയാണ്. അടിത്തറയിൽ ഇടുന്ന സിമെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ ലുബ്ധ കാട്ടിയിട്ടുണ്ടോ? ചരലുകൂടായ കുമായി കൊണ്ടുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ട അടുത്ത ഭാഗമായിട്ട് ചെയ്യുന്നത്. ഇത് എന്താണ് നമ്മൾ ചെന്നിട്ടും 57ാമത്തെ പേജിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ചാപ്റ്റർ എടുത്തിട്ട് അതിനകത്ത് 1, 2, 3, 12 പടികൾ, 5ാമത്തെ പടി വരെ ഉള്ളത് മാത്രം അതുവരെ ഒന്ന് വായിക്കുക. ആ 5ാമത്തെ പടി വരെ എടുത്തിട്ട് 5ാമത്തെ പടി വരെയുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളൊരു വിചിന്തനം ചെയ്യുക. 1, 2, 3, 4, 5 പടികള്. അതിനകത്ത് നമ്മൾ 1ാമത്തെ പടിയിൽ നമ്മുടെ ഹോണസ്റ്റി, അത് വളരെ സിമ്പിളായിട്ട് നല്ലൊരു എക്സാമ്പിൾ, ഒരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ പോലെയാണ്. ആ ഫൗണ്ടേഷൻ സ്റ്റോൺ ഹോണസ്റ്റി. ശരിയായിരുന്നു, എൻ്റെ തുറന്ന മനസ്ഥിതി എനിക്കുണ്ടായിരുന്നു. എന്താ പറയുക, കോർണർ സ്റ്റോൺ. ആൻഡ് 3ാമത്തെ പടിയെക്കുറിച്ചുള്ള സെന്റർ സ്റ്റോൺ. ആ 3 പടി അതിനകത്ത്, അതാണ് ഈ സിമെന്റിന്റെ, കല്ലിന്റെ, കോൺക്രീറ്റിന്റെ ഇതിനകത്തുള്ള മിക്സ് കറക്റ്റ് ആയാലാണല്ലോ അത് സ്ട്രോങ് ആയിരിക്കുള്ളൂ. സോ ആ 1, 2, 3 പടിയിൽ കൂടി ഞാൻ നിർമ്മിച്ച കവാടത്തിൽ നിന്ന് നടന്ന് മുമ്പോട്ട് പോയിട്ട് 4ഉം 5ഉം പടികള് ഞാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ആ സന്തോഷം എനിക്കുണ്ടോ? അതിനകത്ത് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ മാത്രം അറിയുന്നില്ല, ഇതിന് വേറെ ആരെങ്കിലും മാർക്ക് തരാനുണ്ടോ? അപ്പൊ അതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണം. ഈ രീതിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ സാധാരണ രീതിയിലൊന്നും അങ്ങനെ വിട്ടുപോകാൻ സാധ്യതയില്ല. കാരണം ഭയം കൂടാതെയാണ് ഇത് ചെയ്യുന്നത്.
സോ അതുകൊണ്ട് ഈ ഇതിനകത്ത് ലുബ്ധ കാണിച്ചിട്ടുണ്ടോ യഥാർത്ഥ സിമെന്റിന്റെ കാര്യത്തിലൊക്കെ ആ ചരല് കൂടാതെ കുമ്മായിക്കുണ്ടായത് സ്വയം നമ്മൾ ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നല്ല. Returning home, we will find it where we can be quiet for an hour, carefully reviewing what we have done. We thank God from the bottom of our heart that we know Him better. Prana prayer. Taking this book down from our shelf, and we turn the page which contains the 12 steps. Carefully reading the first proposals, we ask if you have omitted anything, for we are building an arch through which we shall walk a free man at last. Is our work solid so far? Are the stones properly in place? Are we skimmed in the cement put into foundation? Honesty. Have we tried to make mortar without sand? So, ഈ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിനകത്ത് അപ്പൊ നമ്മൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ അതിനകത്ത് എന്തെങ്കിലും മായം ചേർത്തിട്ടാണോ ഇതുവരെയുള്ള പടികളിൽ സത്യസന്ധതയ്ക്ക് എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ രീതിയിൽ ഇരുന്ന് നമ്മളൊന്നൊരു സ്വല്പം ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ആയിട്ട് ഇതിനെ കാണാം, ഒരു ധ്യാനം പോലെ ഇതിനെ കണ്ടിട്ട് നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഈ പടികൾ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ദൈവാനുഭവം ഉണ്ടായിട്ടുള്ള ഒരു പുതിയൊരു വ്യക്തിയായിട്ട് നമുക്ക് പുതിയൊരു വ്യക്തിത്വത്തിന് നമ്മൾ ഉടമയായിട്ട് മാറും. അതാണ് ദൈവം നമുക്ക് തരുന്ന സമ്മാനം. കാരണം പുതിയൊരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുകയാണ്. ഇതുവരെ നമ്മൾ ശ്വാസം മുട്ടിയാണ് ഈ യോഗ ചരിത്രങ്ങൾ ഉള്ളിൽ കിടന്നുകൊണ്ട് പണ്ട് വെള്ളം അടിച്ചിട്ട് നമ്മൾ അങ്ങ് മറക്കുമായിരുന്നു അല്ലേ. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല. എനിക്ക് ചെയ്യാവുന്നതിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യേണ്ട ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പരിഹാരത്തിലേക്ക് വരുമ്പോൾ നമുക്കത് പിന്നീട് പല കാര്യങ്ങളും ചെയ്യാണ്ട് അത് 9ാമത്തെ പടിയിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ പടികളിലായിരിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ ദ്രോഹിച്ചവരുടെ ഒരു ലിസ്റ്റ് നമുക്ക് പിന്നീട് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ ഇപ്പൊ ഈ പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ സ്പോൺസർമാർ പറഞ്ഞു തരും, ദ്രോഹിച്ചിട്ടുള്ളവരുടെ ആ ലിസ്റ്റിന്റെ അവരുടെ പേര് എവിടെയെങ്കിലും ഒന്ന് ഓർത്ത് ഒരു ഭാഗത്തൊന്ന് കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് 9ാമത്തെ പടി 8ാമത്തെ പടി ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാകും ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പൊ 8ാമത്തെ പടിക്ക് ഒരു എളുപ്പമായിരിക്കും. അത് എളുപ്പമാർഗമായിട്ട് അത് കാണണ്ട. കാരണം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ സാധിക്കും. ഒന്നും വിട്ടുപോകാതെ എഴുതാം. അതേ സമയത്ത് മൊത്തത്തിൽ അങ്ങോട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരുടെ പേരൊക്കെ അങ്ങ് വിട്ടുപോയെന്ന് വരും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഒരു സജഷനാണ്. നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. അപ്പൊ ആരുടെയെങ്കിലും ഒരു പേരോ ഒരക്ഷരം ഓർത്തിരുന്നാൽ മതി. ചില ആളുകളുടെ ആ രീതിയിൽ എവിടെയെങ്കിലും നമ്മളവിടെ ഒരു അത് സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 5ാമത്തെ പടി ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ അപ്പോൾ തന്നെ അവിടുന്ന് എവിടെ ഇരുന്നിട്ട് ചെയ്യുന്ന അവിടുന്ന് അപ്പോൾ തന്നെ 5ാമത്തെ പടിയുടെ ആ കടലാസുകൾ നമ്മൾ കത്തിച്ച് കളയോ കീറിക്കളയോ ഒഴുക്കി കളയോ എവിടെയെന്ന് വെച്ച് ചെയ്യണം. ഒരിക്കലും വീട്ടിൽ കൊണ്ടു വെക്കരുത്. അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ പിന്നീട് അതിന് വലിയ വില കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ ബുക്കിലാണെങ്കിൽ ബുക്കിലെ കടലാസിലാണെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ അത് തീരണം അവിടെ വെച്ച്. അതല്ലാതെ അത് പിന്നീട് സൗകര്യം പോലെ കളയപ്പോ അതിൻ്റെ കൂടെ വെച്ചിട്ട് പിന്നീട് ഒന്നോടെ ഒന്ന് വായിച്ചു നോക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പണ്ടായിട്ട് അബദ്ധം പറ്റിയിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. അത് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. കാര്യം നമ്മൾ മദ്യപിക്കാതെ ജീവിക്കുന്നു, എല്ലാത്തിനും അവര് എല്ലാം. പക്ഷെ ചില 5ാമത്തെ പടിയിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഭാര്യയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, മക്കളാരെങ്കിലും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരിക്കലും ആ മുറിവ് അവരുടെ ഉള്ളിൽ നിന്ന് പോയെന്ന് വരില്ല. അതുകൊണ്ട് ഈ കാര്യം ഈ 2-3 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന്, ഈ 5ാമത്തെ പടി കഴിയുമ്പോൾ തന്നെ ഈ സംഭവത്തെ കീറിക്കൊള്ളി കളഞ്ഞേക്കുക. എന്തൊക്കെ സ്പോൺസർ പറയുന്നോ, എന്തൊക്കെ ഉപേക്ഷിക്കാനുണ്ടോ അതെല്ലാം അവിടെ ഉപേക്ഷിക്കുക. അതോടുകൂടി ഒരു കാര്യത്തിന്റെ ഒരു അന്ത്യമാണത്. അതല്ലാതെ നമ്മൾ ഒന്നും ഹൈഡ് ചെയ്യരുത്. കുറച്ച് ചിലപ്പോൾ ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയൊരു അനുഭവം വരുന്നു. നാണക്കേടാണ് ഈ പ്രായത്തിൽ ഇതൊക്കെ പറയാന്ന് പറയുന്നത്. എനിക്കൊരു ലവ് അഫെയർ ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ പുള്ളിയെ എന്റെ സ്പോൺസറൊക്കെ ആയിട്ട് സംസാരിച്ച് അതെല്ലാം
തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എല്ലാം അവിടുന്ന് ഞാൻ നാട്ടിൽ നിന്ന് ഡൽഹിക്ക് വരാനായിട്ട് പുള്ളിയുടെ അടുത്ത് വന്നു. ഞാൻ എന്നും പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ തിരിച്ചു പോകത്തുള്ളൂ. രാവിലെ പോയിട്ട് പുള്ളിയുടെ അടുത്ത് കുറേ നേരം സമയം എടുത്തിട്ടൊക്കെ അങ്ങനെയായിരുന്നു. കുറെ വർഷങ്ങളോളമായിട്ടുള്ളൊരു ശീലം അങ്ങനെയാണ്. ഡൽഹിയിൽ നിന്ന് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് എന്റെ പെട്ടി വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്കൊരു പഴയൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് ഞാൻ നേരെ പുള്ളിയുടെ വീട്ടിലേക്ക് പോകും. 10-35 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 35 കിലോമീറ്റർ വരും. അവിടെ വരെ പോകും. പുള്ളി എന്നെ നോക്കിയിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ അത്രയ്ക്ക് നല്ലൊരു ബന്ധമായിരുന്നു അദ്ദേഹമായിട്ട്. അപ്പൊ പുള്ളി അവസാനം ഇതെല്ലാം കഴിഞ്ഞല്ലോ, ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ എല്ലാം യാതൊരു പ്രശ്നം. അപ്പൊ എന്നോട് കുറെ എഴുത്തുകളൊക്കെ ഞാൻ ചുമ്മാ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം കീറി കളഞ്ഞ് കത്തിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. അതൊക്കെ കത്തിച്ച് കളഞ്ഞ് ഫോട്ടോകൾ കുറെ ഉണ്ടായിരുന്നു. അതെല്ലാം കീറി നശിപ്പിച്ച കളഞ്ഞു. എന്തായാലും ഒരു ചെറിയൊരു സ്റ്റാമ്പ് സൈസിൽ അവരുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ചെറുപ്പമാണല്ലോ, അവരൊരു പ്രായം കുറഞ്ഞൊരു എനിവേ ആ പുള്ളി ഇത് ഞാൻ പറഞ്ഞ എല്ലാം കളഞ്ഞു. ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ അത് എന്റെ പേഴ്സിന്റെ അകത്തൊരു അറയ്ക്കുള്ളില് ആരും കാണില്ലാത്ത രീതിയിൽ, ഒരിക്കലും ആരും കാണില്ലാത്ത രീതിയിൽ അത് വല്ലപ്പോഴും എനിക്ക് മാത്രം എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ ഒളിച്ചു വെച്ചു. എന്നിട്ട് അന്ന് ഞാൻ ബസ്സിനാണ് പോയത്. ബസ്സിന് പോയിട്ട് ഞാൻ തിരിച്ചു പോരാനായിട്ട് ബസ് വന്നു. ഒരു ഫാസ്റ്റ് വന്ന് കയറാനായിട്ട് ഇങ്ങനെ ബസ്സിലേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് കാല് വെച്ച് ഫുട്ബോളിലേക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നി എന്റെ പേഴ്സ് പോയെന്നൊരു സംശയത്തിൽ. അപ്പൊ നല്ല തിരക്കാണ്. ഞാൻ തപ്പി നോക്കിയ പേഴ്സില്ല. ഞാൻ പോയില്ലെന്ന് വെച്ചിട്ട് പൈസയും പോയപ്പോ തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്കും കാശില്ല. പുള്ളിയുടെ വീട് അടുത്ത് തന്നെ. പിന്നെ പുള്ളിനെ ഫോണിൽ വിളിച്ചു, മൊബൈലല്ല, അന്ന് ഈ ലാൻഡ് ലൈനിൽ ബൂത്തിൽ കയറി ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പേഴ്സ് പോയി. പുള്ളി പറഞ്ഞാൽ മോനെ പറഞ്ഞോട്ടെ, നീ ഇങ്ങോട്ട് വന്നോക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് പിന്നെ പുള്ളി വർത്താനം പറഞ്ഞ് പുള്ളി വണ്ടിക്കൂലിക്ക്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത്രയൊക്കെ നീ നല്ല രീതിയിൽ ചെയ്തിട്ട് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കള്ളത്തരം കാണിച്ചില്ല. പുള്ളി മരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നണേ. എന്റെ ഓർമ്മ ശരിയാണ്. ചിലപ്പോ പറഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ആ പുല്ല് പോയി, കാശും പോയി, ഫോട്ടോയും പോയി, ഇതെല്ലാം പോയി. അപ്പൊ നമുക്ക് ഈ സത്യസന്ധത എന്നുള്ളത് ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞു. അതുകൊണ്ട് ആ പോക്കറ്റ് അടിച്ച് പോകണമെന്നില്ല. ഏതെങ്കിലും ഒരുത്തിന് കാശിന് ആവശ്യം ഉണ്ടാക്കി എന്റെ പേഴ്സ് ആയിരിക്കും ദൈവം കണ്ടെടുത്ത്. ഏതായാലും എല്ലാ പുല്ലും പോയി. ഏതായാലും നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. അത് നന്നായെന്ന് അന്ന് തന്നെ തോന്നിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ തോന്നിയത് പോയത് നന്നായി. അല്ലെങ്കിൽ പിന്നെ എന്തിനാ പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഉപേക്ഷിച്ച ഒരു സ്ഥാനത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ ചില കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. കാരണം ദൈവത്തിന് നമുക്ക് വഞ്ചന പാടില്ല. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഏറ്റു പറഞ്ഞാണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചാണ്. അവർക്ക് അവരുടെ ജീവിതം, എനിക്ക് എന്റെ ജീവിതം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം സമ്മതിച്ചാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതും ശ്രദ്ധിച്ചോളണം. നമ്മളുടെ 4-5 പടിയിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ദൈവത്തിന്റെ മുമ്പിലും മറ്റൊരു വ്യക്തിയുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞു എന്നല്ലേ നമ്മളത് വെച്ച് വെറുതെ 5 പടി വായിച്ചു പോയിട്ട് കാര്യമുണ്ടോ? അതിന്റെ അർത്ഥമുണ്ട് അല്ലേ? ഞങ്ങളുടെ തെറ്റുകൾ ദൈവത്തോടും സ്വന്തമായും വേറൊരു വ്യക്തിയോടും ഞങ്ങൾ കൃത്യമായി ഏറ്റുപറഞ്ഞു. ഞങ്ങളുടെ തെറ്റുകൾ ദൈവത്തോട്. അപ്പൊ ഇത് വളരെ ലാഘവത്തോടെ നമ്മൾ ഈ മീറ്റിങ്ങിൽ 12 പടികളാരെങ്കിലും വായിക്കാൻ രാജേഷ് പറഞ്ഞു. 12 പടികൾ ഞാൻ വായിച്ചു. അന്ന് 12 പാരമ്പര്യങ്ങളായിരിക്കും വായിക്കാൻ പറഞ്ഞു. ആരെങ്കിലും വായിച്ചു? നോട്ട്. നമ്മളിതിനെ പ്രാക്ടീസ് ചെയ്ത് നിയമമാണ്. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അതിനു മുമ്പ് നമ്മൾ തുടങ്ങിയപ്പോ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കും. നമ്മൾ കാഠിന്യമുള്ളവർ, മറ്റുള്ളവരോട് പരിഗണനയുള്ളവരായിരിക്കും ചെയ്യുന്നതാണ് നിയമം. ആ ഒരു കാരണവശാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഇതില്ല. നിയമമാണത്. അതുകൊണ്ട് ഇത് ചിലപ്പോൾ പറയുന്നത് എന്നാണ് പുരോഗതിയുടെ പാതയാണ്, പരിപൂർണതയല്ല, പെർഫെക്ഷൻ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ടൊക്കെ ചില ആളുകൾ സംസാരിക്കും. നോട്ട് അറ്റ് ഓൾ. അത് തെറ്റാണ്. അത് എഴുതി വെച്ചിരിക്കുന്ന ഭാഗത്ത് അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഈ വാക്കുകൾ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അതിനൊന്നും യാതൊരു അർത്ഥമില്ല. അത് നമുക്ക് ഒരു ഭയപ്പെടേണ്ട ആവശ്യമില്ല. സോ യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത് തന്നെ അതിനത്രേ ഉള്ളൂ. അല്ലാതെ ഭയപ്പെടുത്തുന്നില്ല. പക്ഷെ ഈ പടിയിലേക്ക് എത്തുമ്പോഴോ, 5ാമത്തെ പടിയിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ 3ാമത്തെ പടിയുടെ ഭാഗത്താണ് ഈ പറയുന്നത്. 3ാമത്തെ പടിയിൽ അത് തന്നെ 3ാമത്തെ പടിയുടെ ഭാഗത്ത് വരുമ്പോഴാണ് 6ാമത്തെ പേരിലായിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാനത് പറയാൻ കാരണം അത് പലപ്പോഴും ചർച്ചകളിൽ ചില ആളുകൾ ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്തത്. അതെങ്ങനെ ആരെങ്കിലും മനസ്സിൽ എപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇപ്പോഴേ ഉപേക്ഷിക്കണം. അത് അവിടെ 59ാമത്തെ പേരിൽ
എന്തൊരു രീതി ഇതുമായി മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ടായില്ല എന്ന് ഞങ്ങൾ പലരും ആശങ്ക. പക്ഷെ നിരുത്സാഹപ്പെടുത്തരുത്. ഈ തത്വങ്ങളുടെ പൂർണ്ണമായി പൂർവ്വപ്പെടുത്താൻ ഞങ്ങളിൽ ആരും തന്നെ കഴിവുള്ളവരായിരുന്നില്ല. ഞങ്ങളാരും പുണ്യവാന്മാരൊന്നുമില്ല. ആത്മീയ തലത്തിലൂടെ നാം വളരാൻ ശ്രമിക്കുന്നു എന്നതാണ് കാര്യം. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള തത്വങ്ങൾ പുരോഗതിയിലേക്കുള്ള വഴികാട്ടികളാണ്. ആത്മീയമായ പരിപൂർണ്ണ നിനക്കുള്ള ആത്മീയ പുരോഗതിയാണ് ഞങ്ങൾ. ഈ വാക്കിനെ മാത്രം അടർത്തിക്കൊണ്ട് ചിലർ വാദത്തിന് നിൽക്കും, തർക്കിക്കാനും നിൽക്കും. അതങ്ങനെയല്ലത്. അത് അവിടെ എത്തുമ്പോഴാണ് 1, 2, 3 പടിയുടെ വിശദീകരണത്തിന്റെ സമയത്ത് നമ്മളെ കൊണ്ടെത്തുന്നതാണ് പറയുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കുറച്ച് നിങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഇതിന് അർത്ഥങ്ങളുണ്ട്. പൂർണ്ണത തന്നെയാണ് ഈ പ്രോഗ്രാം. ഇത് നിയമമാണ്, നിയമസംഹിതയാണ് 12 പടികൾ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒന്നും മീറ്റിങ്ങിന് പോയി കുറെ സർവീസിലും ഒക്കെ ഇരുന്നോ, ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം തന്നെയാണ്. ഞാൻ ഈ പടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പടികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് സർവീസ് ചെയ്യാനും പറ്റും. നിങ്ങളൊരു മീറ്റിങ്ങിൽ ആയിരിക്കുന്ന തന്നെ ഒരു സർവീസാണ്, പാർട്ട് ഓഫ് ദ സർവീസാണ്. അത് റെഗുലറായിട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ കൈ വെക്കുന്നുണ്ട് പറയും, ഞാൻ ഇന്നത്തെ മീറ്റിംഗ് ചെയർ ചെയ്തോളാം, ഞാൻ ഇന്നത്തെ മീറ്റിംഗ് അല്ലെങ്കിൽ ഞാൻ ഫിസിക്കൽ മീറ്റിങ്ങിലാണെങ്കിൽ ഞാൻ നേരത്തെ ഇന്ന് കസേരകളെല്ലാം പെറുക്കിയെടുക്കും, ചായ കൊടുക്കേണ്ടവർക്ക് ചായ വിളമ്പി കൊടുക്കും, ചായ കുടിച്ചവരുടെ കപ്പൊക്കെ എടുത്ത് മാറ്റി വെക്കാണെങ്കിൽ അതെടുത്ത് മാറ്റി വേസ്റ്റ് വിറ്റ്. ഇതെല്ലാം സർവീസാണ്. അല്ലാതെ എൻ്റെ ഗ്രൂപ്പിന്റെ ചെയർമാനും സെക്രട്ടറിയും ഒരുപാട് പോസ്റ്റ് ഉണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഒരുപാട് പോസ്റ്റുകളുടെ ഒരു പ്രവാഹമാണ്. മനസ്സിലായി? ഇവിടെ നമ്മുടെ ഞാൻ ഈ ഡൽഹിയിലല്ലേ ജീവിക്കുന്നത്, ഇവിടെ ഇല്ല. അവിടെ ചെയർമാൻ ഇന്റർഗ്രൂപ്പ്, സെക്രട്ടറി ഇന്റർഗ്രൂപ്പ്, ട്രഷറർ ഇന്റർഗ്രൂപ്പ്, IGR, ഓരോ ഗ്രൂപ്പിനും IGR. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ഈ എന്നാണ് നോർത്ത് കേരള ഇന്റർഗ്രൂപ്പ് ഓഫ് അല്ല, നോർത്ത് ഇന്ത്യ അങ്ങനെയൊന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ. അതുകൊണ്ട് ഒരു വലിയ ഉച്ചപ്പാടം പോളൊന്നുമില്ല. ഉണ്ട്, എന്നാലും നമ്മുടെ ഇവിടുത്തെ പോലെ ഇല്ല. ഒരു മത്സരം ഒരു സ്ഥലത്ത് ഞാൻ കാണാറില്ല, വോട്ടിടലൊന്നും. സോ അതാണ് നമ്മുടെ രീതി. നമുക്ക് സർവീസ് ചെയ്യാൻ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തിനാ മത്സരിക്കാൻ നിൽക്കണം? ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ തെറ്റായിട്ടുള്ള മെസ്സേജുകളാണ്. ഓക്കെ, ഞാൻ കുറച്ച് കാട് കയറിയെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഈ 59ാമത്തെ പേജിൽ വായിച്ചിട്ട് 5ാമത്തെ പടി വരെയുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട്, അതിപ്പോ ഞാൻ വായിച്ചില്ല, ഈ ആത്മീയമായിട്ടുള്ള പൂർണ്ണതയല്ലേ ദൈവാനുഭവം എന്ന് പറയുന്നത്? ആത്മീയമായിട്ടുള്ള പൂർണ്ണതയല്ലേ, അത് പുരോഗതിയാണ്. നോ, യു ആർ എക്സ്പീരിയൻസിങ് ഗോഡ്. നിങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടാവുകയാണ്. കുറച്ച് ദൈവാനുഭവം അല്ല, ഇച്ചിരി അല്ലല്ലോ, പൂർണ്ണതയാണ്. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള പടികൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മുമ്പോട്ട് പോകാം. 6, 7 പടികൾ, ദ ഫർഗോട്ടൺ സ്റ്റെപ്സ്. 6, 7 പടികളെ കുറിച്ച് പറയും. ബിഗ് ബുക്കിലെ ഫർഗോട്ടൺ സ്റ്റെപ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്ന ഒരു പടിയാണെന്നുള്ളതാണ് വാസ്തവം. 2 ചെറിയ പാരഗ്രാഫ് മാത്രമാണ് ബിഗ് ബുക്കിൽ നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് എഴുതി വെച്ചിട്ടുള്ളൂ, 6ാമത്തെ പടിക്കും 7ാമത്തെ പടിക്കും. അതിനകത്ത് 6ാമത്തെ പടിയുടെ ആദ്യത്തെ പാരഗ്രാഫ്, ഒരു പാരഗ്രാഫ് ഉള്ളൂ 6ാമത്തെ പടിക്ക്. എന്താണ്? നമ്മുടെ ദൈവം ഞങ്ങളുടെ ഈ വക സ്വഭാവദോഷങ്ങളെ മാറ്റിത്തരുന്നതിന് ഞങ്ങൾ പൂർണ്ണമായും തയ്യാറായി എന്നുള്ളതാണല്ലോ നമ്മുടെ 6ാമത്തെ പടി. ഈ 6ാമത്തെ പടിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പാരഗ്രാഫിൽ, ഒരു 5-8 ലൈൻ മാത്രമുള്ള ഒരു പാരഗ്രാഫിലാണ് ഇത്. അപ്പൊ നമ്മൾ ഈ 5ാമത്തെ പടിയെ കുറിച്ചുള്ള ഒരു വിചിന്തനം നടത്തിയതിന് ശേഷം ഞങ്ങൾക്ക് തൃപ്തി വരുമാറാകും ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ 6ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. അപ്പൊ ഞാൻ ഈ 5ാമത്തെ വരെയുള്ള കാര്യത്തിൽ യെസ്, എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധിയിൽ ഞാൻ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ എൻ്റെ ഓർമ്മയിലുള്ള എല്ലാം ഞാൻ എഴുതി, ഞാൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. ദൈവത്തോടും എൻ്റെ സുഹൃത്തിനോട് അല്ലെങ്കിൽ എൻ്റെ സ്പോൺസറോട് ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പ് വരാൻ. അതാണ് ഞങ്ങൾക്ക് തൃപ്തി വരുമാറാകുക. എനിക്ക് തൃപ്തി വരാനല്ല, മറ്റുള്ളവരെ തൃപ്തിയല്ല. ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ 6ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. ആഗ്രഹമെന്ന അനുപേക്ഷണമാണെന്ന് ഞങ്ങൾ നേരത്തെ ശക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. വർജിക്കേണ്ടതെന്ന് ഞങ്ങൾ സ്വയം തുറന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ദൈവം ഞങ്ങൾ ദൂരീകരിക്കുന്നതിന് ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണോ?
അദ്ദേഹത്തിന് അവയെല്ലാം എടുക്കാൻ കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും പോകാൻ അനുവദിക്കാതെ എന്നിൽ തന്നെ തൂങ്ങി നിൽക്കാൻ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിന് തയ്യാറാകാൻ സഹായിക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇംഗ്ലീഷ് അതിന് if we can answer to our satisfaction, we then look at step 6. We are emphasis willingness is being indispensable. Are we now ready to let God remove from us all things which we have admitted are objectionable? Can He now take them all, everyone? If we will sting to something we will not let go, we ask God to be willing. So, ഇവിടെ നമ്മൾ ഈ പടിയിലുള്ള 6ാമത്തെ പടിയെക്കുറിച്ച് ഉള്ളൊരു ഞങ്ങൾക്ക് ഈ ശരിയായിട്ടുള്ള ഉത്തരം യെസ് ഐ ഡിഡ് മൈ 5th സ്റ്റെപ്പ് 4ാമത്തെ പടി വരെയുള്ളൊന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ 6ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. ഇവിടെ ആഗ്രഹം എന്നത് അനുപേക്ഷമായി ഇൻഡിസ്പെൻസിബിൾ ആണ്. വില്ലിങ്നെസ് ഈസ് ദ കീ നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട് അല്ലെ. വില്ലിങ്നെസ് ഈസ് ദ കീ. ഈ താക്കോലാണ് നമുക്ക് എല്ലാ പടികളിലും ഉപയോഗിക്കുന്നത്. നേരത്തെ എന്താ ചെറുതയല്ല വെറുതെ സൂചിക്കുന്നത് ശക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശക്തമായി വർജിക്കേണ്ടത് ഞങ്ങൾ സ്വയം തുറന്നു. ഇതിനകത്ത് എന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് ഞാൻ വർജിക്കേണ്ടതെന്നുള്ളത് എന്റെ 5ാമത്തെ പടിയിൽ കൂടി ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ തുറന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ദൈവം ഞങ്ങൾ ദൂരീകരിക്കും. ഞങ്ങൾ ഇപ്പോൾ ആമേ റെഡി, ഇതെല്ലാം കളയാനായിട്ട് ഞാൻ റെഡിയാണോ? 6ാമത്തെ പടിയിൽ എന്നോട് ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിന് അവയെല്ലാം എടുക്കാൻ കഴിഞ്ഞു? ഞാൻ തയ്യാറായതെല്ലാം ദൈവം എന്നിൽ നിന്ന് എടുത്തുവോ? ഇനിയും എന്തെങ്കിലും പോകാൻ വയ്ക്കാതെ അതിൽ നിന്ന് തൂക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. സ്വയം ചോദിക്കുക, ഇപ്പോഴും ഞാൻ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളെ താലോലിക്കുന്നുണ്ടോ? എന്റെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളെ. ഞാനൊരു തീരുമാനം എടുത്തതാണ്, ഞാൻ ഫോൺ ഇനി കാണില്ല. ഫോൺ കണ്ടു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം വഴിതെറ്റി പോകുന്നു, എന്റെ ചിന്തകൾ കാട് കയറുന്നു, ഞാൻ തെറ്റായിട്ടുള്ള പ്രവണതകളിലേക്കും പ്രവർത്തികളിലേക്കും ചെന്നെത്തുന്നു. ഞാൻ മറ്റ് സ്ത്രീകളുമായിട്ട് കൂടുതൽ കൂടാൻ പോകുന്നില്ല, എന്റെ ചിന്തകൾ കാട് കയറുന്നു. എനിക്ക് പണത്തിനെ കുറിച്ച് ഭയങ്കര ആർത്തിയാണ്. ഏത് രീതിയിലെങ്കിലും ആരെ പറ്റിച്ചിട്ടാലും എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഞാനിത് ഉപേക്ഷിക്കുന്നു. അകാരണമായിട്ട് ഞാൻ മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നു. ആ വിദ്വേഷത്തിന്റെ ഫലമായിട്ട് ഞാൻ പലരുടെയും വ്യക്തിധ്വംസനം നടത്തുന്നു, വ്യക്തിഹത്യ. ഇതെല്ലാം ഞാൻ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ സന്നദ്ധനായാണ്. ആ വ്യക്തിയിലേക്ക് ഇതെല്ലാം വീണ്ടും വരുന്നുണ്ടോ? സ്വയം ചോദിക്കുക. അതുകൊണ്ടാണ് ഇനിയും എന്തെങ്കിലും പോകാനൊക്കെ അതിൽ തന്നെ തൂങ്ങിയൊക്കെ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിന് തയ്യാറാകുവാൻ സഹായിക്കാനായി നമ്മളുടെ 6ാമത്തെ പടിയുടെ പ്രാർത്ഥനയാണ്, ദൈവമേ എന്നെ ഇതിന് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 6th സ്റ്റെപ്പ് പ്രയർ ആയിട്ട് ഇതിന് നിങ്ങൾ സ്വയം ആ വാക്കുണ്ടാക്കിയെടുക്കണം. ദൈവമേ ഇനിയും എന്തെങ്കിലും പോകാൻ എന്നിൽ നിന്ന് പോകാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിത്തരുവാനായിട്ട് അതിന് ഞാൻ സന്നദ്ധനാണ്, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദാറ്റ് ഈസ് 6ാമത്തെ പടിയുടെ പ്രാർത്ഥന. 7ാമത്തെ പടിയിൽ ഇനി പ്രാർത്ഥനയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എവരി സ്റ്റെപ്പ് ഹാസ് എ പ്രയർ. സോ ഈ 6ാമത്തെ പടിയുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് തന്നെ പോയിക്കൂടായ്ക ഒന്നുമില്ല. ഇതിനകത്തൊരു മാർക്കിടേണ്ടത് വേറൊരാളല്ല, അവർ സ്വയമായിട്ടാണ് ഇതിനെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ കൃത്യമായിട്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പോകുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ എങ്ങനെയാ പോയിട്ടുള്ളത് നിങ്ങൾ അറിയുന്നില്ല. പക്ഷെ നമുക്കിത് പറയാനായിട്ട് സത്യസന്ധമായിട്ട് സാധിക്കും. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കുന്നത് ഐ ഗോൺ ത്രൂ. ഒരുപാട് സ്ട്രഗിളും ചെയ്തു. ഇത് അത്ര എളുപ്പമൊന്നും പറയാൻ പറ്റുന്നില്ല, പെട്ടെന്നെല്ലാം പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചാൽ ഈ സന്നദ്ധതയുടെ താക്കോല് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഇൻഡിസ്പെൻസിബിൾ എന്നല്ലേ ഇംഗ്ലീഷ് പറയുന്നത്. ആഗ്രഹം എന്നത് അനുപേക്ഷണീയമാണെന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇംഗ്ലീഷ് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിസ്പെൻസിബിൾ. ഒരുവിധം ഇംഗ്ലീഷ് അറിയാവുന്നവരായിരിക്കുമല്ലോ. അത് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ്. ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും.
ആ ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കില്ല, എന്നും പ്രാർത്ഥിക്കില്ല. ഇനി സംഭവിച്ചു പോകുന്നു എന്ന് വിചാരിക്കും. എന്തെങ്കിലും പല ആളുകൾക്കും ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ചിലർക്ക് ഫോണിന്റെ പ്രശ്നമായിരിക്കും, ചിലർക്ക് മറ്റ് സ്ത്രീകളായിട്ടുള്ള ബന്ധമായിരിക്കും, ചിലർക്ക് മാസ്റ്റർബേഷൻ ആയിരിക്കാം, ചിലർക്ക് പണത്തോടുള്ളതായിരിക്കും, ചിലപ്പോൾ ആരോട് ഒരു ആവശ്യമില്ലാതെ ചിലപ്പോൾ ചിലരോട് ഇല്ലാത്ത ഗോസിപ്പ് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഏരിയയിലുള്ള നിങ്ങൾക്ക്. അതിൽ പെട്ടുപോകും അറിയാതെ. സോ അവിടെ ആ ദിവസത്തെ കണക്കെടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മതില് നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ നമ്മുടെ അന്നത്തെ കണക്കെടുപ്പ് നടത്തുന്നു. അതിന് 10-ാം പടി വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവുമോ ഞാൻ ഐ ഡിഡ് എ മിസ്റ്റേക്ക്. മുമ്പ് അങ്ങനെ ഉണ്ടാവില്ല. ഈ പടികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഐ ഡിഡ് എ മിസ്റ്റേക്ക്. ഒരാവശ്യമില്ല. ഞാനിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ ചെന്നിട്ട് വേണമെങ്കിൽ ആ സെയിൽസ്മാനോട് ക്യാഷിൽ ഇരിക്കുന്ന ഒരാളോട് നമ്മൾ വേണമെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്ത ഒരു കാര്യം പറഞ്ഞെന്ന് വരാം. മനസ്സിലായില്ല? നമുക്ക് ശേഷം വന്ന ഒരാളുടെ ബില്ല് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചില ഇഷ്യൂസ് ഡെയിലി ലൈഫിൽ ഇതൊക്കെ ഉണ്ട്. ടാക്സിക്കാരോട്, റിക്ഷക്കാരോട്, നാട്ടിലൊക്കെ ആണെങ്കിൽ ഓട്ടോറിക്ഷക്കാരോട്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പച്ചക്കറി കടക്കാരോട്, മീൻ കച്ചവടക്കാരോടൊക്കെ ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നമുക്ക് പതിനെ സ്ലോലി ഇതിൽ വിഡ്രോ. കാരണം നമ്മളുടെ ദിവസം നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും മതി. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഡെയിലി അന്നത്തെ ഇൻവെന്ററി എടുക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നും. മൈ ഗോഡ്, ഇവിടെ ഇന്നത്തെ ദിവസം യാതൊരു പ്രശ്നമില്ല, മര്യാദയ്ക്ക് നല്ല മര്യാദരാമനായിട്ട് ഇന്നത്തെ ദിവസം കഴിച്ചു കൂട്ടിയില്ലെന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ലൈഫ്. ആ ദിവസമാണ് എൻജോയ് ചെയ്തത്. അതുകൊണ്ട് അതിന്റെ ഒരു എന്താണ് പ്രതിഫലിക്കുന്നവരാണ് നമ്മുടെ വീട്ടിൽ മക്കൾ സന്തോഷത്തിൽ, ഭാര്യ സന്തോഷം, യാതൊരു പ്രശ്നമില്ല. നമ്മുടെ ഗ്രൂപ്പിൽ എങ്ങും കേട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് വഴക്കുണ്ടാക്കാനുള്ള ഒരു നല്ലൊരു വേദിയാണ് മീറ്റിങ്ങുകൾ. ഞാൻ ഉള്ള കാര്യം പറയും. മീറ്റിങ്ങുകളിൽ ഇൻഫാക്ട് ആ വ്യക്തിയുടെ പ്രശ്നമേ ആ മീറ്റിങ്ങിലുള്ള ഇഷ്യൂ ഒന്നും ആയിരിക്കത്തില്ല. ഈസ് ഡിസ്റ്റർബ്ഡ്. മനസ്സിലായില്ലേ? ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ആർഗ്യൂ ചെയ്യത്തുള്ളൂ. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. ഈ 6-ാമത്തെ പടിയുടെ അതിനകത്ത് ഈ പാലിക്കാനായിട്ടുള്ള ഏറ്റവും നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് ഈ സ്റ്റെപ്പ് 6 and 7 റിപ്പീറ്റേഷൻ ഓഫ് സ്റ്റെപ്പ് 1, 2, 3 ആണ്. 6ഉം 7ഉം പടികൾ പ്രാക്ടീസ് ചെയ്യുന്നത് 1ഉം 2ഉം 3ഉം പടികളുടെ ഒരു റിപ്പീറ്റേഷൻ ആണ്, റിവിഷൻ ആണ്. എന്താണ് അതിനകത്ത് ചെയ്യേണ്ടത്? നമുക്ക് ഐ ആം പവർലെസ് ഓർ എന്തെങ്കിലും വാച്ചിങ് പോൺ. ഇന്നത്തെ കാലത്ത് ഇതാണല്ലോ കോമൺ ആയിട്ടുള്ള വലിയൊരു പ്രശ്നം. ഞാൻ പലരായിട്ട് സംസാരിക്കുമ്പോൾ പലരും പറയാറില്ല. ചില നല്ല പ്രായമുള്ള ആൾക്കാർ, ഗ്രാൻഡ് ചിൽഡ്രൻ വരെ ആയിട്ടുള്ള ആളുകൾ എനിക്കറിയാം. അവരെയൊക്കെ പ്രശ്നം ഇതാണ്. കാരണം ആ രീതിയിൽ പോകുന്ന ആളെ സംബന്ധിച്ചോളം അത് തീർച്ചയായിട്ടും അവർക്ക് അതൊക്കെ പിന്നീട് പല കാര്യങ്ങളിലും ദോഷങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അപ്പൊ ഇവിടെ ഐ മേഡ് എ ഡിസിഷൻ, ഞാനിത് കാണില്ല, നീ കണ്ടുപോയി ഏതെങ്കിലും കാരണവശാലേക്ക് ഞാൻ റിപ്പീറ്റ് കൺഫസ് ഇറ്റ്. സ്പോൺസറോട് പറയാം ഒരബദ്ധം പറ്റി മാഷെ, പ്രാർത്ഥിക്കുക മാറ്റിത്തരാനായിട്ട്. നമ്മളോട് ഈ പറയുന്നില്ല ഇതെല്ലാം അതിന് മാറ്റിത്തരാനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞാൽ അന്നത്തെ ഒരു വാക്ക് ചേർത്ത് അതിനെ ആ വാക്കിനൊന്ന് ഒരു പ്രയറിന്റെ രൂപത്തിലാക്കി മാറ്റുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ശീലമായി കഴിയുമ്പോൾ ഇത് നമുക്ക് അതിൽ നിന്നും 2 ദിവസം, ഒരു ദിവസം മധ്യത്തിൽ നിന്ന് മാറിയാലാണല്ലോ 2 ദിവസം തരുന്നത്. The same way, one day at a time. I am powerless over this ഈ അഡിക്ഷനിൽ I am powerless. My life is unmanageable. ഇത് തലയിൽ ചോന്ന് കിടക്കുമ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ അൺമാനേജബിൾ അല്ലേ. സോ ദാറ്റ് ഈസ് ഇറ്റ്. സ്റ്റെപ്പ് 1, I came to believe. എന്നെ ഇതിൽ നിന്ന് മാറ്റിത്തരാൻ എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ്, and I made a decision to turn my will. And I made a decision. ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കുന്നു. ഇന്ന് ഈ സംഭവത്തിലേക്ക് ഞാൻ തൊടാനേ പോകത്തില്ല. ഇന്നത്തെ ദിവസം ദൈവമേ എന്നെ കാത്തുരക്ഷിക്കണം. 1, 2, 3 സ്റ്റെപ്പായി. 6 7ാമത്തെ പടിയിൽ ഇത് തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മളുടെ ഈ 1, 2, 3 പടികൾ എത്ര നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നു, അതിന് ഒരിക്കൽ കൂടിയുള്ള ഒരു റിപ്പീറ്റേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ നമ്മളുടെ ജീവിതത്തിലെ ഈ അൺമാനേജബിലിറ്റീസ് ജീവിതകാലം മുഴുവൻ നിൽക്കും. ആ അൺമാനേജബിലിറ്റീസിനെ എങ്ങനെയെങ്കിലും എന്നല്ല, എങ്ങനെ മാനേജ് ചെയ്യാമെന്നും നമുക്ക് തന്നിട്ടുള്ള ടൂൾസ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് ആ ഒരു തെറ്റുകൾ സംഭവിച്ചാൽ പോലും നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തരുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാവരും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാം, ഞാനും ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഇത് ആരും ഈ മറ്റേ
പെർഫെക്റ്റ് ആയിട്ടൊന്നും പോകുന്നില്ല. പക്ഷെ സാധിക്കും. സാധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അനുസരിച്ച് നമുക്ക് ആ ഒരു രീതിയിലേക്കുള്ള ആ ഒരു ഉയർച്ചയുടെ തലത്തിലേക്ക് വരണമെങ്കിൽ എന്തുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉണ്ടാകുന്നതിന്റെ ലക്ഷ്യമെന്നും ഉള്ളത് നമുക്ക് പഠിപ്പിക്കുന്നു. ഇത് പ്രാക്ടീസ് ചെയ്ത് തെളിയിച്ചിട്ടുള്ളതാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതുകൊണ്ട് ഈ സ്വഭാവത്തിലുള്ള ഈ വൈകല്യങ്ങളെ നമുക്ക് മാറ്റാൻ എല്ലാവർക്കും പറ്റും. അല്ലെങ്കിൽ ഇതൊന്നും എഴുതപ്പെടില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇതെല്ലാം വചനങ്ങളാണ്. ഇതൊരു ഹോളി ടെക്സ്റ്റ് ആയിട്ട് തന്നെ കാണുന്നു. ഹോളി ടെക്സ്റ്റ് ആയിട്ട് തന്നെ, അല്ലാതെ ഇതൊരു നോവലല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് ഒരു നോവലായിട്ട് ആരും കാണരുത്. സോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിത് ഇതിനകത്ത് മടിച്ചു നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും സാധ്യമാവുന്നതാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു തലത്തിൽ, കാരണം ഇനി മുമ്പോട്ട് പോകുമ്പോൾ അടുത്തത് പടികളിലൊക്കെ വരുമ്പോ വീണ്ടും 10-11 പടികളിലൊക്കെ വരുമ്പോ നമുക്കറിയാലോ, കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി. അത് നമ്മൾ ആരോടാണ്? അന്നേരം തന്നെ അക്സെപ്റ്റ് ചെയ്ത് ദൈവത്തോടാണ്. ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. 11ാമത്തെ പടി സോട്ട് ത്രൂ പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ. പ്രെയറും മെഡിറ്റേഷൻ ഇപ്പോഴേ പ്രാർത്ഥനയുണ്ട്, പക്ഷെ അവിടെ വരുമ്പോൾ നമ്മുടെ വി ആർ ഇംപ്രൂവിങ്. ആ ഇംപ്രൂവ്മെന്റ് നടക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്താൽ, അതർവൈസ് ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഒരു കാരണവശാലും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ ചില മെഡിറ്റേഷൻ ഇപ്പോഴേ ഡു ഇറ്റ്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് റിയൽ, നമുക്ക് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പറ്റില്ല. എവരിപടിക്കാൻ അത് എല്ലാവരും സ്വയം അനുഭവിക്കേണ്ടതാണ്. ഞാൻ ഒരു സ്ഥലത്ത്, ഞാൻ കുറെ സമയത്ത് എനിക്ക് ഈ മെഡിറ്റേഷനുള്ള പെട്ടെന്നൊരു വലിയ ഇതുണ്ടായിട്ട് ഞാനൊരു മെഡിറ്റേഷനെ കുറിച്ചുള്ള ഒരുപാട് ബുക്കുകൾ വാങ്ങി കൂട്ടി. മനസ്സിലായില്ലേ? മെഡിറ്റേഷൻ, പൊള്ളി മെഡിറ്റേഷൻ എന്നുള്ള ടൈറ്റിൽ ഇഷ്ടം പോലെ ബുക്കുകളുണ്ട്. ഞാനത് കുറച്ചൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതും നമുക്ക് പറഞ്ഞ സംഭവമല്ല. അസാന ആൽക്കഹോളിക്, എനിക്ക് എന്നിൽ മെഡിറ്റേഷൻ നടക്കണമെങ്കിൽ ഐ ഹാവ് ടു ഫോളോ ദി സ്റ്റെപ്സ്. ഈ 12 പടികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മെഡിറ്റേഷനിലേക്ക് വരാൻ പറ്റും. ഒരുപാട് മെഡിറ്റേഷൻ ബുദ്ധിസ്റ്റ് ട്രഡീഷനിലുണ്ട്, ഹിന്ദുയിസത്തിലുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഏത് മതത്തിലും, ഇസ്ലാമിലുണ്ട്. എല്ലാവർക്കും ഉണ്ട്. എത്ര ഇസ്ലാമിൽ തന്നെ എത്ര ബ്രാഞ്ചസ് ഉണ്ട്, ക്രിസ്ത്യാനിറ്റിയിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട്, ഹിന്ദുയിസത്തിലുണ്ട്, ബുദ്ധിസത്തിലും ഉണ്ട്, ജൈനിസത്തിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ ആൽക്കഹോളിക്സ്, ഈ മനുഷ്യൻ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഐ ഫൗണ്ട് റിലീജിയൻ, എബി താച്ചർ പറഞ്ഞ വളരെ കറക്റ്റാണത്. ദിസ് ഈസ് എ റിലീജിയൻ. ആൽക്കഹോളിക്സ് അനോണിമസ് എന്റെ അനുഭവത്തിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് എന്നോട് ആർഗ്യൂം ചെയ്യേണ്ട. ഞാൻ വിശ്വസിക്കുന്നു ദിസ് ഈസ് എ റിലീജിയൻ. ബിക്കോസ് ഇത് റിലീജിയനിൽ നിന്ന് എടുക്കപ്പെട്ടുള്ള വാക്കുകളാണ് ഇതിനകത്തുള്ളത്. ഞാൻ വായിച്ചിടത്തോളം കുറച്ച് വായിച്ചിട്ടുണ്ട്, കുറെ ബുക്കുകളൊക്കെ കുറച്ചൊക്കെ വായിക്കുന്ന ഒരു ശീലമുണ്ട്, ഇന്നിപ്പോഴും ഉണ്ട്. ഇപ്പൊ കുറച്ച് ഒരു 2 ആഴ്ചയായിട്ട് വിശുദ്ധ ഖുറാൻ പഠിക്കുന്നുണ്ട്. ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയ ഒരു ഖുറാൻ മേടിച്ച് വിശുദ്ധ ഖുറാൻ ഈ നോയമ്പ് കാലത്ത് വായിച്ചു തുടങ്ങിയതാണ്. ഇതെല്ലാം അവരവരുടെ സ്വാതന്ത്ര്യമാണ്, മനസ്സിലായില്ല, അവരവരുടെ രീതിയിലാണ്. സോ ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു മതം എന്നുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുക, നമ്മുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ. ഇതൊരു പ്രത്യേകിച്ചിട്ടുള്ള, പക്ഷെ നമ്മൾ വി ആർ ഡിഫറെന്റ് ഫ്രം കോമൺ പീപ്പിൾ. ഈ ഒരു കാര്യം ഓർത്തിരുന്നത്, നമ്മളുടെ ചിന്തകളിൽ വ്യത്യാസമുണ്ട്, നമ്മുടെ പ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. സാധാരണക്കാരെ പോലെയല്ല, അതിന്റെ പരിഹാരവും വ്യത്യാസമാണ്. സോ ഇന്ന് ഞാൻ 7ാമത്തെ പടിയിലേക്ക് ഇന്ന് പോകുന്നില്ല. അപ്പൊ ഇതുവരെ നിങ്ങൾ എന്നെ കേട്ടിരുന്ന് എന്നെ സഹിച്ചതിന് എല്ലാവരോടും നന്ദി, നമസ്കാരം.